ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകളും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വിശ്വാസം കുറവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അതായത് വിശ്വാസം ഇല്ലാണ്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് വിശ്വാസം കുറഞ്ഞു പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ട് ലേറ്റ് ആവോ, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കുമോ, ഇങ്ങനെയുള്ള പേടിയൊക്കെ ഒട്ടുമിക്ക ആളുകളും കാണുന്നുണ്ട്. ആൻസർ യെസ് എന്ന് തന്നെയാണ്. അതായത് നിങ്ങളിലുള്ള വിശ്വാസക്കുറവ് നിങ്ങളുടെ റിസൾട്ടിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം കൂടുതലാക്കുക. അതായത് നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് വിശ്വാസത്തിലൂടെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ്. മേ ബി നിങ്ങൾക്ക് വിശ്വാസക്കുറവ് വരുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളോട് അവർ തിരിച്ചു വരില്ല, അതായത് അവൻ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരില്ല, അല്ലെങ്കിൽ അവൾ വരില്ല, നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെ എന്ത് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം പേടി ഉണ്ട് എന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സ് മുഴുവനും ഇല്ലാതെയായിട്ട് വിശ്വാസം കൂടുതലായി നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുക എന്നുള്ളത്. ഇവിടെ പ്രധാനമായിട്ട് 3 അഫർമേഷൻസ് ആണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങളിലുള്ള വിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ട് പവർഫുൾ ആയിട്ടുള്ള 3 അഫർമേഷൻസ് ആണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന അഫർമേഷൻസ് ജസ്റ്റ് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് അവൻ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവളെന്നാക്കാം. അതായത് നിങ്ങളൊരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവൾ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേര് യൂസ് ചെയ്തിട്ട് പറയാം. അതായത് ഇന്ന ആള് അവരുടെ പേര് പറഞ്ഞിട്ട് തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് അങ്ങനെ തന്നെ വേണം നിങ്ങൾ പറയാനായിട്ട്. ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ള വേർഡ് തന്നെ നിങ്ങളവിടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പവർഫുൾ ആണ്. ദെൻ നമ്മുടെ രണ്ടാമത്തെ ഒരു അഫർമേഷൻ എന്ന് പറയുന്നത് അവൻ എന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയും നിങ്ങൾക്ക് അവൾ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ അല്ലെങ്കിൽ അവരുടെ പേര് യൂസ് ചെയ്ത് പറയാം എന്നുള്ളതാണ്. സോ നമ്മുടെ അഫർമേഷൻ എന്ന് പറയുന്നത് അവൻ എന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ദെൻ നമ്മുടെ തേർഡ് അഫർമേഷൻ എന്ന് പറയുന്നത് അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് അവൾ എന്ന് പറയാം, അതല്ലെങ്കിൽ പേര് യൂസ് ചെയ്ത് പറയാം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു വിശ്വാസത്തിന്റെ കുറവുള്ളത് കൊണ്ടാണ് റിസൾട്ട് ലേറ്റ് ആവുന്നതും റിസൾട്ട് കിട്ടാതിരിക്കുന്നതും. അപ്പം നമ്മൾ ഇവിടെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പെട്ടെന്ന് കയറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ വിശ്വാസം വന്നു തുടങ്ങും എന്നുള്ളതാണ്. സോ നമുക്കതിൽ വല്ലാത്തൊരു വിശ്വാസവും ആത്മധൈര്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. സോ അത് നമ്മുടെ റിസൾട്ടിനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നൈറ്റ് കിടക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഈ ഓരോ അഫർമേഷനും 11 പ്രാവശ്യമായിട്ട് പറയാം. അപ്പോൾ ഒന്നാമത്തെ അഫർമേഷൻ ഒരു 11 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ദെൻ രണ്ടാമത്തെ അഫർമേഷൻ ഒരു 11 പ്രാവശ്യം പറയാം, മൂന്നാമത്തെയും അത് കഴിഞ്ഞിട്ട് ഒരു 11 പ്രാവശ്യം പറയാം. ടോട്ടൽ ഒരു 33 സെന്റൻസ് ആണ് നിങ്ങൾക്ക് പറയാനുണ്ടാവുള്ളൂ. അതായത് ഒരു 5-10 മിനിറ്റ് ഒക്കെ വരുള്ളൂ, അതിൽ കൂടുതൽ സമയമൊന്നും വരില്ല, ഇത്ര ടൈം എടുക്കുള്ളൂ. സോ അത്ര ടൈം മാത്രം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്ര നാളും ചെയ്തതൊക്കെ പോട്ടെ, മീൻസ് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് യൂട്യൂബിലുള്ള കുറേ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം, അതെല്ലാം പോയിക്കോട്ടെ. പക്ഷേ ഇനി അങ്ങോട്ട് ഇത് ചെയ്യുമ്പോൾ ഉറച്ച വിശ്വാസം മാക്സിമം കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ആ പറഞ്ഞ പോലെ തന്നെ വിശ്വാസം വന്നു തുടങ്ങും. നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു എന്നൊരു വേർഡ് കൊടുത്തുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ വിശ്വാസം കൂടുതലായിട്ട് വരും എന്നുള്ളതാണ്. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളിലുള്ള വിശ്വാസം കൂടുമെന്ന് മാത്രമല്ല ഇത് റിസൾട്ടിനെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ കുറച്ചുകൂടി സ്നേഹിച്ചു തുടങ്ങും, നിങ്ങളിലേക്ക് കുറച്ചുകൂടി അട്രാക്റ്റഡ് ആയിട്ട് വന്നു തുടങ്ങും എന്നുള്ളതാണ്. സോ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് ഇത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ലവ് മാസ്റ്ററി ചെയ്തിട്ടുള്ള ആളുകളും അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മളെ വിളിച്ചിട്ട് യൂട്യൂബിലുള്ള കുറേ ടെക്നിക്കുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ പിന്നീട് നമ്മൾ ഒരുപാട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർക്ക് വിശ്വാസം ഇല്ലാണ്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതായത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട്, അതിൽ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ
ഏറ്റവും വലിയ മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമില്ലാതെ ഇവരിത് ചെയ്തു എന്നുള്ളതാണ്. വിശ്വാസം ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഈ ഒരു മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായും നമ്മുടെ മനസ്സ് അതിലേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് വരും. അതല്ലെങ്കിൽ നമ്മളത് റിസൾട്ട് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് വന്നു തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ റിസൾട്ടിനെ നന്നായിട്ട് ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് കിട്ടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇപ്പം നിങ്ങളോട് പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടാവും, റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു 3 അഫർമേഷൻസ് ഇനി മുതൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒരു 21 ദിവസം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഒരു മാജിക് റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് കിട്ടും എന്നുള്ളതാണ് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ 3 അഫർമേഷൻസ് ഇനി മുതൽ അങ്ങോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. സോ വിശ്വാസം എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏത് ആക്ടിവിറ്റീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അതല്ലെങ്കിൽ മെത്തേഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും വിശ്വാസമാണ്. അതൊരിക്കലും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുള്ളത്. സോ ഇനി മുതൽ അങ്ങോട്ടെങ്കിലും മാനിഫെസ്റ്റേഷനെ കുറിച്ച് കുറേ അങ്ങോട്ട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, അതായത് റിസൾട്ട് എന്താവും, കിട്ടുമോ ഇല്ലേ, ഇങ്ങനെയുള്ള ഡൗട്ടൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. അതായത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ തരുന്ന ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്യുക. പിന്നീട് അങ്ങോട്ട് റിസൾട്ട് വരുമെന്ന വിശ്വാസത്തിലിരിക്കുക. അതിനെക്കുറിച്ച് ഒരുപാട് അങ്ങോട്ട് ചിന്തിച്ചു കൂട്ടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് മറ്റ് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്